ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1941. ഇന്ന് ഏപ്രിൽ മാസം 24-ാം തീയതി 114-ാമത്തെ ദിവസത്തിലെത്തി. അവർക്കാകട്ടെ ഈ വാക്കുകൾ വെറും കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. അവർ അവരെ വിശ്വസിച്ചില്ല. എന്താണ് ഈ സംഭവം? അതവിടെ നിൽക്കട്ടെ. ഉയർപ്പ് പെരുന്നാളിനെ തുടർന്നുള്ള ആദ്യ ആഴ്ചയിലാണ് നമ്മൾ ഓരോരുത്തരും. ആവശ്യത്തിന് വെളിച്ചമൊക്കെ കിട്ടിയവരാണ് നമ്മൾ. ആ വെളിച്ചത്തിൽ തന്നെയാണ് നമ്മൾ. ആ വെളിച്ചത്തിൽ തുടർന്ന് ഉറച്ച് നിലനിൽക്കാനായിട്ട് ആഗ്രഹിക്കുക മാത്രമല്ല, ഏറെ പാടുപെടുകയും ചെയ്യുന്നവരാണ് നമ്മൾ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം, അവസാന അധ്യായം. ശൂന്യമായ കല്ലറ കണ്ട കുറച്ചധികം സ്ത്രീകള് ഇങ്ങനെ പരിഭ്രമത്തോടുകൂടി മടങ്ങി വരുന്നുണ്ട്. അവരെങ്ങോട്ടാ ഓടിപ്പോകുന്നേ? അവർക്കുണ്ടായ ഞെടുക്കത്തിൽ നിന്ന് അവർക്കിനി രക്ഷ എവിടെയാ കിട്ടുക? അവരോടിപ്പോകുന്ന പുരുഷന്മാരുടെ സംഘത്തിലേക്കാണ്. അപ്പോസ്തലന്മാരോടാണ് അത് ഓടിപ്പോയി പറയുന്നത്. മറ്റെവിടെയാണ് അവർ അഭയപ്പെടുക? യേശുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് ആരാണ്? ഈ അപ്പോസ്തലന്മാരാണ്. തങ്ങൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ദേശത്തിന്റെ പരിമിതി, മതത്തിന്റെ പരിമിതി, ഇടുങ്ങിയ മനുഷ്യർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആയിരം പരിമിതികൾ. അവനിലേക്ക് ഒരുപാടൊന്നും എത്താൻ പോലും പറ്റിയിട്ടില്ല ഈ സ്ത്രീകൾക്ക്. പക്ഷെ ഈ പുരുഷന്മാരുടെ സംഘമുണ്ടല്ലോ, ശ്രേഷ്ഠ അപ്പോസ്തല സംഘം, നമ്മളും അതിന്റെ ഭാഗമാണ് കേട്ടോ. പന്തിരുവരെ കുറ്റപ്പെടുത്തുകയല്ല. ആ ഒരു കൂട്ടായ്മയുടെയും ആ കൂട്ടുസംഘത്തിന്റെയും തുടർച്ചയല്ലേ നമ്മളും. അവര് യേശുവിന്റെ ചുറ്റിനുമുണ്ടായിരുന്നു. തൊടാവുന്ന ദൂരത്തിൽ ചേർന്ന് മുട്ടി ഒരുങ്ങി. അവന്റെ വാക്കുകൾ മുഴുവൻ കേട്ടത് ഇവർ മാത്രമല്ലേ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ സ്ത്രീകള് ഓടിവന്ന് അവരെ അറിയിക്കുകയാണ്. എന്തായാലും അവർക്കാവട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. അവരെ വിശ്വസിച്ചുമില്ലെന്നാ പറയുക. നമുക്കിതെല്ലാം വെറും കെട്ടുകഥയാണ്. അവനവന്റെ ജീവിതം തന്നെ ചിലർക്ക് വലിയ കഥയാണ്. കഥയില്ലാത്ത, ഒന്നുമില്ലാത്ത എന്തോ ഒന്നാണ്. അതുകൊണ്ടിങ്ങനെ ജീവിച്ചു പോകുന്നേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ഇടാവുന്ന വിധത്തിലാണ്. കുറെ കൂടി ഒരു കാര്യഗൗരവത്തോടുകൂടി ജീവിച്ചു പോണ്ടേ. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി. കുനിഞ്ഞ് അകത്തു നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. പത്രോസ് ആ സംഘത്തിന്റെ പ്രതിനിധിയല്ലേ. അവരെ പ്രതിനിധീകരിച്ചാണ് പത്രോസ് ഓടുന്നത്. സംഘം മുഴുവൻ ഓടിയതായിട്ട് വായിക്കാം. വിശ്വസിച്ചില്ല, കെട്ടുകഥകളാണെന്ന് തോന്നിയെങ്കിലും അവർ ഓടിപ്പോകുന്നുണ്ട്. നമുക്കും ക്രിസ്തുയേശുവിന്റെ അടുത്തേക്ക് ഒന്നും കൂടെ ചേർന്ന് നിൽക്കാം, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.